ഒരു UPS എങ്ങനെയാണ് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. UPS ഉണ്ടെങ്കിലും കറണ്ട് പോകുമ്പോൾ നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് ഓഫായി പോകുന്നത് നമ്മളെല്ലാം ബാധിക്കുന്ന വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അതിനൊരു ശാശ്വത പരിഹാരമാവും എൻ്റെ ഈ വീഡിയോ. തീരെ ചാർജ് നിൽക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് എൻ്റെ കയ്യിൽ ഈ UPS കിട്ടുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കാൻ ആവശ്യമായി വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമാണ്. ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായം ആവശ്യമാണ്. 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് സാധാരണഗതിയിൽ UPSകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലഗ് കൊടുക്കുന്ന സമയത്ത്, അതായത് UPSൽ പവർ കൊടുക്കുന്ന സമയത്ത് 12 വോൾട്ടിനെയും കാട്ടിൽ കൂടുതൽ വോൾട്ടേജ് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം ചാർജിങ് നടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഇതിൽ കാണുന്നത് 13.74 വോൾട്ടേജാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൽ ചാർജിങ് നടക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ UPSൻ്റെ പ്ലഗ് റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് 8 വോൾട്ടേജാണ്. അതിൻ്റെ അർത്ഥം 12 വോൾട്ടേജുള്ള ബാറ്ററിയിൽ നിന്നും 8 വോൾട്ടേജ് മാത്രമേ നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. സ്വാഭാവികമായും ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാനിതിൽ മാറ്റാനായി ഉപയോഗിച്ചിരിക്കുന്നത് മിനർവ എന്ന് പറയുന്ന കമ്പനിയുടെ 12 വോൾട്ട് 8.5 ആംപിയറുള്ള ബാറ്ററിയാണ്. 6 മാസത്തെ വാറണ്ടിയാണ് കമ്പനി ഈ ബാറ്ററിക്ക് നൽകുന്നത്. 730 രൂപയാണ് എനിക്ക് ഈ ബാറ്ററി വാങ്ങാനായി ചിലവായത്. മറ്റ് കമ്പനികളുടെ ബാറ്ററികൾക്ക് ചിലപ്പോൾ വിലയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു TV ഈ UPSൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിനു മുന്നേ ഞാനൊരു ഇലക്ട്രിക് കെറ്റിൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് മുകളിൽ I ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടേക്കണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചുമ്മാ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നേനെ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് ഇനി നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിരുന്ന വലിയ ഉപകാരമായിരുന്നു.
പ്ലഗ് പിഴുതെടുക്കുന്നത് കറണ്ട് പോകുന്നതായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ.